ഹായ് ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചനയെ തോൽപ്പിക്കാനായിട്ട് വിജയശങ്കറും കൂട്ടരും ചേർന്ന് നമ്മുടെ അർച്ചനയെ ആ കോടതിയിൽ നിന്ന് തന്നെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അർച്ചനയുടെ വളർച്ച അത് വേരോട് പിഴുതെറിയാൻ തന്നെയാണ് വിജയശങ്കറും കടുത്തതായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അർച്ചന ഒട്ടും പിറകോട്ടേക്കില്ല. ഒരിക്കലും ഞാൻ ആ തോൽവി സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ അർച്ചന തല്ലിയെന്ന് ആരോപിക്കപ്പെട്ട ആ ആൾ ഭാര്യയെ കൂട്ടി വരുന്നുണ്ട് നമ്മുടെ അർച്ചനയെ കാണാനായിട്ട്. അർച്ചനയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി, വക്കീൽ തല്ലിയതുകൊണ്ട് എനിക്ക് എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഇനി സന്തോഷത്തോടു കൂടി കഴിയും. ഇനി ഞങ്ങൾ കാരണം മാഡത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. എവിടെ വേണമെങ്കിലും ഞങ്ങൾ വന്ന് ഞങ്ങളുടെ സത്യാവസ്ഥ ഞങ്ങൾ പറയാം എന്നൊക്കെ അർച്ചനയോട് പറയുന്നുണ്ട്. അപ്പോൾ അർച്ചനയ്ക്ക് അതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു മനസ്സ്, അത് നിങ്ങളുടെ വലിയ മനസ്സിന് നന്ദി. എന്നിപ്പോൾ ഇവരെല്ലാവരും കൂടെ കോടതിയിൽ നിന്ന് പുറത്താക്കുകയാണ്, നിങ്ങളെ തല്ലിയെന്ന് ആരോപിച്ചുകൊണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് ആ സ്ത്രീയും അതുപോലെ തന്നെ ആ ഒരു ആളും പറയുന്നുണ്ട്, മാഡം പേടിക്കണ്ട, ഞാൻ എവിടെ വന്നിട്ടാണ് പറയേണ്ടത്? മാഡത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റ് മുഴുവൻ എൻ്റെയാണ്. മാഡം ഉള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഇപ്പോൾ കണ്ണ് തുറന്നത്. ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഭാര്യയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി തന്നത് മാഡത്തിൻ്റെ ആ ഒരൊറ്റ അടിയാണ് എന്ന് ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അർച്ചന ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ ക്ലയൻറ്റിൻ്റെയും ഭാര്യയുടെയും ആ ഒരു മൊഴി രേഖപ്പെടുത്തി അത് വൈറലാക്കുന്നുണ്ട്. ഈ ഒരു ക്ലിപ്പ് നമ്മുടെ വിജയശങ്കറിന് കൂടെയുള്ള ജൂനിയർ വക്കീൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് വിജയശങ്കർ. എടോ, ഇതെങ്ങനെ സാധിച്ചു? അവളെ നമ്മൾ പുറത്താക്കാൻ നോക്കിയിട്ട് ഇത് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ആശങ്കപ്പെടുന്നുണ്ട്. സാർ, ഇത് അവരിപ്പോൾ ആ അർച്ചന വക്കീലിൻ്റെ ഒപ്പമാണ്. നമുക്ക് എന്തായാലും അവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ ആൾക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെ വീണ്ടും കോടതിയിലേക്ക് സ്വീകരിക്കണം. ഒരിക്കലും അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ആക്കണം തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിജയശങ്കർ തോൽവി സമ്മതിച്ചുകൊണ്ട്, കൂടാതെ വിജയശങ്കറും കൂട്ടരും അവരോട് മാപ്പ് പറയണം എന്നുള്ള രീതിയിലും അതിൽ പറയുന്നുണ്ട്. അങ്ങനെ വിജയശങ്കർ മാപ്പൊന്നും ഞാൻ പറയില്ല, വേണമെങ്കിൽ അവരെ വീണ്ടും നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എടുക്കാം, ഈ ഒരു കോടതിയിലേക്ക് അവരെ സ്വീകരിക്കാം എന്നൊക്കെ ജൂനിയർമാരോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിജയശങ്കർ അർച്ചനയുടെ മുന്നിൽ തോൽവി സമ്മതിച്ചു കൊടുക്കാതെ ഇത് നിൻ്റെ വിജയമായിട്ട് നീ കാണുകയൊന്നും വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ സമ്മർദ്ദിക്കുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നത്, ഇത് എൻ്റെ വിജയം തന്നെയാണ്, ഞാനെങ്ങനെ എൻ്റെ വിജയം ആസ്വദിക്കാതെയും ആഘോഷിക്കാതെയും ഇരിക്കുക? ഇത് ഞാൻ പൊരുതി നേടിയെടുത്തതാണ്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള വഞ്ചകന്മാരുടെ ഈ ഒരു കോടതിയിൽ എന്നെപ്പോലെയുള്ള നല്ല വക്കീലുമാരും ഉണ്ട് എന്ന് എനിക്കത് ബോധ്യപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ അർച്ചന നല്ലോണം തന്നെ പറയുന്നുണ്ട് വിജയശങ്കറിനോട്. ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ അച്ചു ഒരു കല്യാണമാലയായിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ജാനിയും റുക്കുവും കൂടെ വരുന്നുണ്ട്. അതിന് റുക്കു ജാനിയോട് ചോദിക്കുന്നുണ്ട്, എടി ജാനി, നീ എന്താ ഇവിടെ, ഈ അച്ചു എന്താ ഇവിടെ മാലയായിട്ട് നിൽക്കുന്നത്? ഇവിടെ എന്താ നിങ്ങളുടെ കല്യാണമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം, നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട്, എടി നീ ഇങ്ങനെയുള്ളൊരു ആഭാസനാണോ നീ കെട്ടാൻ പോകുന്നത്? ഇതിനാണ് നീ എന്നെ ഇവിടെ വിളിച്ചിട്ട് വന്നത്? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ അച്ചുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ജാനിയോട് പറയുന്നുണ്ട് റുക്കു ഇത് പറയുന്നത് കേട്ട് അച്ചുവിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ജാനി പറയുന്നുണ്ട്, നീ സത്യം അറിയാതെ ഒന്നും നീ പറയാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അച്ചുവിൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്. അങ്ങനെ അച്ചുവും ജാനിയായിട്ടുള്ളൊരു കല്യാണം രജിസ്റ്റർ ഓഫീസ് നടത്താനായിട്ടാണ് അവരുടെ തീരുമാനം. അതിന് സാക്ഷി ഒപ്പിടാനായിട്ടാണ് റുക്കുവിനെയും അച്ചുവിനെയും കൂടെ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇത് കേട്ട് റുക്കു ആകെ ചമ്മി നാറി നിൽക്കുന്നുണ്ട്. ഇതിനാണോ ഞാൻ കരുതി നീ അച്ചുവിനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് കരുതി. അയ്യോ, എനിക്ക് തെറ്റുപറ്റി, സോറി എന്നൊക്കെ അച്ചുവിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് അച്ചു പറയുന്നുണ്ട്, സോറി, ഞാൻ എന്തായാലും ഒരു സോറി പറഞ്ഞല്ലേ, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ അച്ചുവിനെ ആവശ്യമില്ലാതെ സംശയിച്ചു, അല്ലെങ്കിൽ അച്ചുവിനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തി എന്നുള്ള രീതിയിൽ റുക്കുവിന് ആകെ ഒരു ചമ്മലുണ്ടാവുന്നുണ്ട്. കൂടാതെ അവിടെ ഒരു പ്രണയം മുട്ടിടുന്നുണ്ട് അച്ചുവിനും അതുപോലെ തന്നെ റുക്കുവിനും പരസ്പരം. അവരുടെ ആ ഒരു
കണ്ണും കണ്ണും തമ്മിൽ നോക്കുന്നതും ആ ഒരു സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ അത് നമുക്ക് പ്രേക്ഷകർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ